കാണാതായ മലയാളി സൈനികൻ വിഷ്ണുവിനെ ബംഗളൂരുവിൽ കണ്ടെത്തി. സാമ്പത്തിക പ്രശ്നം കാരണം മാറി നിന്നതാണെന്ന് വിഷ്ണുവിന്റെ മൊഴി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ കാണാതായ ഒരു മലയാളി സൈനികനെ കണ്ടെത്തി എന്നുള്ള വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്? എന്താണ് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നമാണ് മാറി നിൽക്കാൻ കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി? വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവത്സര ദിനത്തിൽ ഇതിൽ പരം സന്തോഷമുള്ളൊരു വാർത്ത, നമ്മുടെ പുതുവർഷം 2025 തുടങ്ങുന്നത് തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്നതിൽ നമുക്കേറെ സന്തോഷിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം, അഭിമാനിക്കാം. കാരണം ഇതുപോലെ സന്തോഷം നിറഞ്ഞ വാർത്തകൾ ഇനിയും ഉണ്ടാവട്ടെ. കഴിഞ്ഞ ഡിസംബർ 17 മുതൽ കാണാതായിട്ടുള്ള സൈനികരെ, വിഷ്ണുവിനെ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാംഗ്ലൂരുവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. ബാംഗ്ലൂർ എലത്തൂർ SHO അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു വിഷ്ണുവിനെ കഴിഞ്ഞ 17 മുതൽ. എരഞ്ഞിക്കൽ സ്വദേശിയാണ് വിഷ്ണു സൈനികനാണ്. അദ്ദേഹം അവധിക്ക് നാട്ടിൽ വരുന്ന സമയത്താണ് കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. താൻ കണ്ണൂരിൽ എത്തിയെന്ന് അമ്മയോട് അവസാനമായി വാട്സപ്പിൽ വിഷ്ണു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിഷ്ണുവിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് വിഷ്ണുവിനെ കാണാതാകുന്ന ഒരു സാഹചര്യമായിരുന്നു. താൻ കണ്ണൂരിലേക്ക് എത്തി, നാട്ടിലേക്ക് വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോട് വാട്സപ്പിൽ പറഞ്ഞുകൊണ്ട് ഈ ഡിസംബർ 17 പുലർച്ചെ 2 മണിയോടുകൂടി ഈ വിഷ്ണു അവസാനമായി അമ്മയ്ക്ക് സന്ദേശം അയച്ചിരുന്നു. അതിനുശേഷം കാണാതായി. എന്നാൽ പിന്നീട് വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പൂനെയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് വിഷ്ണുവിനെ കുറിച്ച് വിവരം ലഭിക്കുകയും പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലേക്ക് പോവുകയും ചെയ്തത്. സാമ്പത്തിക പ്രയാസം മൂലം താൻ മാറി നിന്നതാണ് എന്നാണ് വിഷ്ണു പറഞ്ഞത്. കാരണം വിവാഹം വരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാകും, സാമ്പത്തിക ആവശ്യങ്ങളുണ്ടാകും. എന്നാൽ സാമ്പത്തികമായ പരിമിതി ഉണ്ടായിരുന്നു തനിക്ക്, അതുകൊണ്ട് മാറി നിന്നു എന്നാണ് വിഷ്ണു പറഞ്ഞത്. എന്നാലും വിഷ്ണുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ സന്തോഷ വാർത്തയാണ്. അതിലുപരി ഓരോ മലയാളിയെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചുമൊക്കെ ഈ വാർത്ത വളരെയധികം സന്തോഷകരമാണ്. ഇനി വിഷ്ണു തിരികെ വന്ന് വിഷ്ണുവിനെ കോടതിയിലൊക്കെ ഹാജരാക്കി തിരികെ വീട്ടുകാർക്കൊപ്പം വിഷ്ണു പോകുന്ന സാഹചര്യത്തിൽ വിഷ്ണുവിന് ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കം കൂടിയായി ഈ 2025 മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വൃന്ദ. ശരി റിയാസ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്.